ജമാഅത്തെ ഇസ്ലാമിയുടെ ബൈത്തു സക്കാത്ത് പദ്ധതിക്കെതിരെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ദീനിനെ നല്ല കുപ്പിയിലിട്ട് അതിൽ മായം ചേർത്ത് മനുഷ്യനെ കുടിപ്പിക്കുന്നുവെന്ന് വിമർശനം. സംഘടിതമായ സക്കാത്തിൽ വലിയ അപകടങ്ങളുണ്ടെന്നും കാന്തപുരം പറയുന്നു. സംഘടിതമായ ഈ സക്കാത്ത് വിതരണത്തിൽ നിരവധി അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് ആ നിലയിലുള്ള ഒരു സക്കാത്ത് കമ്മിറ്റി ഉണ്ടാക്കിയത് കൊണ്ടൊന്നും സക്കാത്തായി വീടുകയില്ല എന്ന് നാം പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം അത് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ പേരിൽ ആക്ഷേപം പറഞ്ഞിട്ട് നല്ല ഏത് കാര്യം കൊണ്ടുവന്നാലും ഇവരിങ്ങനെ ഇതിന് മുടക്കം പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. നമ്മൾ നല്ല കാര്യത്തിൽ ഒരിക്കലും മുടക്കമില്ല, നല്ല കാര്യം ചെയ്യാം. പക്ഷെ ആ ചെയ്യുന്നത് ചെയ്യേണ്ടതുപോലെ ആവണം. മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. സക്കാത്ത് എങ്ങനെ കൊടുക്കണം, എങ്ങനെയാണ് ഇതിൻ്റെ വിനിയോഗം, എപ്പോഴാണ്, ആരൊക്കെയാണ്, എന്തിനൊക്കെയാണ്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അനിൽക സെയ്ദ് ചേരുകയാണ്. അനിൽക, പുതുതായി കാന്തപുരം ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഉയർത്തിയിരിക്കുന്ന വിമർശനം എന്താണ്? അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളുടെ അന്തസാരം എന്താണ്? ഈ സംഘടിത സക്കാത്ത് ക്യാമ്പയിൻ ഒരു അപകടമാണെന്നും ഈ കമ്മിറ്റി ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം അത് സക്കാത്താകില്ലെന്നുമാണ് കാന്തപുരം പറയുന്നത്. ഈ ഇസ്ലാമത വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. അത് അവർ മതവിശ്വാസികളെ സംബന്ധിച്ചോളം നിർബന്ധമായി ചെയ്യേണ്ട ദാനകർമ്മങ്ങളിൽ ഒന്നാണത്. ഈ ജമാഅത്ത് ഇസ്ലാമിയും അതോടൊപ്പം തന്നെ മുജാഹിദ് സംഘടനകളൊക്കെ തന്നെ അവർ സംഘടിത സക്കാത്ത് നടത്തുന്നത് തെറ്റായിട്ട്, അതായത് ഇസ്ലാമിക കാര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് അവർ ഈ സംഘടിത സക്കാത്ത് ക്യാമ്പയിൻ നടത്തുന്നത്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ, അതായത് ഇത് സംബന്ധിച്ച് ഈ സക്കാത്ത് ക്യാമ്പയിൻ എങ്ങനെ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കാം, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഈ പണ്ഡിതന്മാർ പറഞ്ഞത് പ്രകാരമാണ് ഇത് ചെയ്യേണ്ടതെന്നും ഈ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറയുന്നുണ്ട്. കൂടാതെ ഈ സക്കാത്ത് നേരിട്ട്, അതായത് ഇസ്ലാമ വിശ്വാസികളെ സംബന്ധിച്ച് സക്കാത്ത് എങ്ങനെ കൊടുക്കണം, ആർക്കൊക്കെയാണ് അതിന്റെ അവകാശികൾ എന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ഈ കൃത്യമായിട്ടുള്ള ഒരു നിബന്ധനകളുണ്ട്. എന്നാൽ ആ നിബന്ധനകളൊക്കെ തന്നെ ഈ വിഭാഗം ലംഘിക്കുകയാണെന്ന വിമർശനം ചേർത്ത് വെക്കുന്നുണ്ട്. ഈ സിറാജ് മുഖപത്രത്തിൽ ലേഖനത്തിൽ വന്ന അതിന് സമാനമായിട്ടുള്ള വിമർശനമാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിം വിമർശിച്ചിട്ടുള്ളത്. ഇതിൽ ജമാഅത്തെ ഇസ്ലാമിയെ പേരെടുത്തല്ല വിമർശിച്ചിട്ടുള്ളത്, പരോക്ഷമായിട്ടുള്ള വിമർശനമാണെന്ന് കോഴിക്കോട് വെച്ച് നടന്നിട്ടുള്ള ഈ ഒരു പരിപാടിയിൽ വിമർശിച്ചിട്ടുള്ളത്. ഈ മുജാഹിദ് സംഘടനകളും ജമാഅത്ത് ഇസ്ലാം അടക്കമുള്ള സംഘടനകൾ സംഘടിത സക്കാത്ത്, ജനങ്ങളിൽ നിന്നും സംഘടിത സക്കാത്ത് പിരിച്ചെടുത്ത് അവരുടെ സംഘടനാ പ്രവർത്തനത്തിനും അതോടെ അവരുടെ മാധ്യമങ്ങളുടെ പ്രവർത്തനത്തിനുമാണ് ഈ സംഘടിത സക്കാത്ത് ഉപയോഗിക്കുന്ന വിമർശനം ഈ കാന്തപുരം AP വിഭാഗം ഉന്നയിക്കുന്നുണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള SAO എന്ന വിദ്യാർത്ഥി സംഘടനയുടെ ഈ പിരിവടക്കം നടക്കുന്നത് ഈ റമദാൻ മാസത്തിലാണ്. ഈ സക്കാത്ത് എന്നൊരു സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണെന്ന് ഒരു വിമർശനം കൂടി ഇവർ അന്ന് വിമർശിച്ചിരുന്നു. അതിന്റെ തുടർച്ച എന്നോണമാണ് ഇന്ന് കോഴിക്കോട് നടന്നിട്ടുള്ള AP വിഭാഗം സമസ്തയുടെ പരിപാടിയിൽ ഇത്തരത്തിലൊരു വിമർശനം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉന്നയിച്ചത്. ലക്ഷ്മി പത്മ. അനിൽക സെയ്ദാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് കോഴിക്കോട് നിന്ന്.